ഗ്യാങ്റസോട് ഇടാത്ത കുറെ കണ്ടികള് എന്തെങ്കിലും പറഞ്ഞെന്തിന് കണ്ടി നീ എന്താടാ നിന്റെ നട്ടല് ഇറങ്ങിപ്പോയോ? റബ്ബർ നട്ടലുള്ള മൊണ്ണപ്പട്ടി ഓടാന്ന്. കണ്ടികൾ 1v അതാരാടാ സംസാരിച്ച? ഇതൊക്കെ ആരാ? ടോക്കി തന്നെയാണോ? എന്താന്ന് എത്രയുടെ റൂം എത്രയുടെ ജൂടെ? മൊട്ടയിട്ട് വിരിക്കാൻ പോയേക്കുവായിരിക്കും കണ്ടി. അതാ വിളി വീഡിയോ ഓർമ്മ വെച്ച് കൊടുക്കാം വാ. എന്തോ വെളിയിറങ്ങാൻ പറ്റുമോ? ഈ താളടിച്ച് വെളിയിറങ്ങാൻ പറ്റുമോ? എന്ത് വെച്ചാ നിന്റെ നട്ടൽ ഇറങ്ങിപ്പോയാ? ഇവിടുന്ന് മാറടാ. ഇവിടുന്ന് മാറ. ഇത് ആർക്കാന്ന് അറിയുന്നില്ലടാ. ഇവിടുന്ന് ഡെഫൻ അടിച്ച പുറത്തോട്ട് ഇറങ്ങണില്ലേ നീ? നിന്റെ അകത്ത് മാത്രം കിടന്ന് കൊണയടിക്കറിയോ? ചന്ദ്രു ടീഡിയത്തിന്റെ ഒരു സംസാരം ഉണ്ടേ. ടോക്കിയായിട്ടൊരു സംസാരം നമ്മൾ ടീഡിയത്തിനോട് എടാ അങ്ങോട്ട് എടാ ഡെഫൻ അടിക്കടാ. അതെ നടക്കാന്ന് പറയും. 1 വേ എന്തോ അടിച്ച കേസിൽ അവര് മൊത്തം കോണം ടീഡിയത്തിലൂടെ. ഞാൻ ഉണ്ടായിരുന്നില്ല ഈ ജൂഡിന്റെ ഒക്കെ അടുത്ത്. നിന്റെ സാമാനം വെട്ടിക്കളണ്ട് വല്ല സാരി എടുത്ത് പോയി കുനിഞ്ഞിരിക്കാൻ ബൂട്ട് വെട്ടി അവന് നടന്നല്ലോ റബ്ബർ എടാ കണ്ടി ഞാൻ ആളല്ല. നിന്റെ പേരെ പറഞ്ഞ മൊണ്ണ നിനക്ക് പേര് പറയണ മൊണ്ണ എന്നാ പേര് പറ. നിന്റെ പേരെന്ത്? അതിനുള്ള ഉറപ്പില്ല. പറ്റൂലടാ നമ്മുടെ എന്താണോ പറയട്ടെ ആരാണ് സിറ്റുവേഷൻ? എന്താണ് അതിന് പറ്റത്തില്ലേ? നല്ലൊരു സാധനം വേണം. മോണ്ണെ പുറത്തേട്ട് എടുത്ത എടാ റേഡിയോ എടാ എടാ ഇതിലിപ്പോ ആരൊക്കെ സംസാരിക്കണം അവിടെ? ടോക്കിയോ അകത്ത് കൊണച്ചിട്ട് ടീമിന്റെ അകത്തും കയറിപ്പോയി. ഞാൻ പറയുന്നുണ്ടായിരുന്നു. നിനക്ക് മാത്രമേ കേൾക്കാത്തുള്ളൂ. മുട്ട കേട്ടോ. ചന്ദ്രു കൊണേ അടിക്കട്ടെ. ഒറ്റയ്ക്ക് വല്ലതും കിട്ടുവാണ്ട് പിടിച്ചടിക്ക. ചന്ദ്രു ടോക്കിയേറ്റ് എന്തേലും ആയി അണ്ണ അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ. വല്ല ഒറ്റയ്ക്ക് അവരെ ടീഡിയത്തിനുള്ളിൽ കയറി. എടാ ഒരു കാര്യമുണ്ട്, സിറ്റുവേഷൻ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കാൻ പറ്റില്ലല്ലോ. അഡ്മിനെ വിളി കയറി. ഞാൻ ടീഡി കളിക്കുമ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ വേറെ
എടുത്തോ ചന്ദ്രു ഇല്ലേ ഇവിടെ? കാണാവോ കാണാവോ എടാ ഒരാള് കാണിക്കടാ, രണ്ടുപേരും. ആരെ ഇട്ടേക്കണേ ഏബിളാണ് അളിയാ അളിയാ നിങ്ങക്ക് വയ്യ അളിയാ, ഇവന്മാര് സിറ്റുവേഷൻ എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങക്ക്? ടോക്കിയോ സിറ്റുവേഷൻ എടുക്കാറില്ലടാ. ഇല്ല ചന്ദ്ര, ഇത് ഞാൻ തന്നെ അടിച്ച നമ്മൾ എന്റെ ഇവന്മാർക്ക് 3 പ്രാവശ്യം സസ്പെൻഷൻ മേടിച്ചു കൊടുത്തു സിറ്റുവേഷൻ എടുക്കായിട്ട്. 3 പ്രാവശ്യമായില്ലേ? ഞാൻ ഇതെടുത്ത് കളയാൻ പറയാം, ഞാൻ എടുത്ത് കളയാൻ പറയാൻ റോള് വരുന്നതിന് മുന്നേ ആയിരുന്നത്. ഹോസ്റ്റൽ എടുത്തപ്പോ തിരുത്ത് വെടി വെച്ചിട്ട് ചാവ് ചെയ്യ, പിന്നെ എന്താ ചെയ്യണ്ടേ? ലീഡർ എടാ ഇങ്ങനെ ഒരു ഗ്യാങ്ങിന്റെ ആവശ്യമല്ല, വേറെ നല്ല കളിക്കുന്ന ഏതൊരു പിള്ളേർ ഗ്യാങ് കളിക്കട്ടെ. ഇവന്മാരെ കൊണ്ട് കുണവില്ല, കുണയ്ക്കാൻ വേണ്ടി മാത്രം ഗ്യാങ് വേറെ എടുത്ത് കളയാൻ പറ. ഞാൻ പറയാം നമ്മുടെ സർവർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നേ. അവന്മാരുടെ ലീഡർ നമ്മൾ ഹോസ്റ്റ് ആക്കി, എന്നിട്ട് അവൻ നമ്മൾ 6-7 പേര് നിൽക്കുന്ന സമയത്ത് ഇവൻ ഗണ്ണെടുത്ത് അടിക്കാൻ വേണ്ടി വരും. 3 വട്ടം അങ്ങനെ വന്നു. അല്ല എന്താണ് വൺ വേ നാണം ഉണ്ടോ? കണ്ടി കിടന്ന് താളോടി. അല്ല ഇത് നമ്മ അവന്മാരെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് തുടങ്ങി, മനസ്സിലായി? തോറ്റപ്പേ വൺ വേ എന്ന് പറഞ്ഞ നമ്മുടെ പുറത്ത് ഗ്യാങ്ഡ്രസ് ഇട്ട് ഇറങ്ങാത്ത താളടിക്കല്ലടാ. ടിഡിഎമ്മിന്റെ പുറത്ത് ഗ്യാങ്ഡ്രസ് ഇട്ട് ഇറങ്ങാത്തവന്മാർ കിടന്ന് താളടിക്കല്ലടാ. ഇവിടെ താളടിക്കല്ലടാ. എന്താണ് അതിന്റെ നട്ടൽ ഇറങ്ങിപ്പോയോ? റബ്ബർ നട്ടലുള്ള മൊണ്ണപ്പട്ടി ഓടാന്ന്. 1VP കയ്യെ കണ്ടികൾ 1VP. അതാരാടാ സംസാരിച്ചേ? ആടാ വൺ പേരുന്ന ആരാന്നറിയണം. പുറത്തിറങ്ങാൻ പറഞ്ഞപ്പോ വെളിവാടാ. എന്താണ് കണ്ടി എടാ പെണ്ണാച്ചികളെ ഇങ്ങനെ ചെയ്സോണി കയറി ഇരിക്കല്ലടാ. പെണ്ണാച്ചികളെ ആർക്കാ ഫ്രസ്ട്രേഷൻ അറിയാം. കണ്ടി നിന്റെ സാമാനം വെട്ടിക്കളണ്ട് വല്ല സായം എടുത്ത് പോയി കുനിഞ്ഞിരിക്കാൻ നമ്മളെ ബോട്ട് വെട്ടി. നീ ആ ബോട്ടിന്റെ ഏതാളിയാ? കേറാൻ പറ്റുള്ള 2 ദിവസമായിട്ട് എന്താ അറിയില്ല. ഞാൻ പിന്നെ വീസിലൊന്നും പോയില്ല. അത് ബാനടയാ. ബാനാണല്ലേ? അതൊന്നും പറയാനില്ല. ബാങ്ക് കിട്ടിയ എനിക്ക് പുല്ല. കിട്ടിയെങ്കിൽ കുഴപ്പമില്ല, അത് വിളിച്ചിട്ടല്ലേ, അത് അവന്മാര് ചോദിച്ചു വാങ്ങിച്ചു. പോലീസിൽ വിളിച്ചിട്ട് അടിച്ചല്ലോ കൊന്നടാ. നാളെ ഞാൻ അടിച്ചെന്ന് തോന്നില്ല, ഞാൻ എനിക്ക് മറ്റേ ഇതിട്ടോണ്ടോ തോന്നുന്നു. താങ്ക് യു പറഞ്ഞിട്ടില്ലേ? അങ്ങനെയൊക്കെ ബാനുണ്ടോ? അങ്ങനെയുണ്ടോ? ഞാൻ നിങ്ങളോട് എല്ലായിടത്തും ഒരു കാര്യം പറയാം. സിറ്റി കുറച്ച് സ്ട്രിക്റ്റ് ആക്കുവാണ് കുറച്ച് കാര്യങ്ങളില്, കുറച്ച് അലമ്പായതുകൊണ്ട്. സോ അതുകൊണ്ട് അതവിടെ കണ്ട് ഇതവിടെ കണ്ട് റൂൾസ് ഒക്കെ വേണമെങ്കിൽ വായിച്ചോ. ഇനി അങ്ങനെ ഒന്നും ഇങ്ങനെ ഒന്നും പറയല്ലേ, മനസ്സിലായോ? മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ എല്ലാരും? ഇന്ന് കഴിഞ്ഞ 2-ാം തീയതി വരെ ബാനേ ശേഷം ഇന്ന് 2-ാം തീയതി കയറാൻ പറ്റുള്ളൂ എനിക്ക്. 2-ാം തീയതി വരെ ശേഷം പോടാ. 3-ാം തീയതി വരെ ശേഷം. 2-ാം തീയതി പറഞ്ഞ 2 ദിവസം. അല്ല ആടുബ്രോടെ കല്യാണം, അപ്പൊ അഡ്മിഷൻ ഒക്കെ അവിടെ ആയിരിക്കും. അങ്ങനെ എന്താവും ആർച്ചാറ്റ് ഇട്ടാവോ? വിളിച്ചായിരുന്നു, എല്ലാരും വിളിച്ചു. നമ്മളെ ചതിച്ച് 4 മണി വരെ ഞാനും മുച്ചിരി ഓട്ടോമാറ്റിക്കലി റിവോക്ക് ആവോടാ, അല്ലെങ്കിൽ പോയിട്ട് ബാൻ മാറ്റണമെന്ന് പറയണോ? ഇല്ല, ഓട്ടോമാറ്റിക് മാറും. അങ്ങനെ പുതിയ സന്തോഷം.
ട്രിഗർ അവൻ ട്രിഗർ ആയപ്പോ അഡ്മിൻ പറഞ്ഞത് അവോയ്ഡ് ചെയ്ത് വിടാന്നൊക്കെ ഇല്ല അവന്മാര് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇറക്കി എന്നാണ് ലാസ്റ്റ് പറഞ്ഞത് റീസ്റ്റാർട്ട് കഴിഞ്ഞപ്പോ. ഇനി ഇങ്ങനെ നമ്മള് മാർച്ചിട്ട് ഇനി ഇങ്ങനെ കാണിക്കുന്നവരെയൊക്കെ നമുക്ക് ഗ്യാങ്സ് വലിച്ചിട്ട് തരണം അല്ലേ? സത്യല്ലേ ടീച്ചിങ് ഒക്കെ വരണം ശരിക്കും പറഞ്ഞാൽ കയറി കടിക്കണം. ബ്രീച്ച് വരണം. വേണ്ട ബ്രീച്ച് ഒക്കെ വന്ന അങ്ങനെ അതിനു വേണ്ടി മാത്രം ഗ്യാങ് ഹൗസ് പണിയ ആൾക്കാർ ഇരുന്നിട്ട് അങ്ങോട്ട് ഈ ടീയുടെ ഗ്യാങ്സൊക്കെ കയറേണ്ട അവസ്ഥ ആലോചിക്കും. ശബരിമലയിലൊക്കെ കയറേണ്ട അവസ്ഥയാണ്. ഗെയിം കളിച്ചോടാ എല്ലാരും? പേടിയാ. തെക്കാൻ്റെ ട്രെൻഡിങ് എത്ര കളിച്ച ഇത് എത്ര ബൈ എന്ന് അറിയാൻ പറ്റുമോ? അറിയോ കൊറേ പേര് പയ്യുന്നുണ്ടോ? കൊറേ ഞാൻ വന്നപ്പോ എത്ര ലൈവ് കൊറേ പേര് കളി. ഇങ്ങനെ അറിയാൻ പറ്റാ? വേൾഡ് വൈഡ് റിലീസ് ആണോ? എനിക്ക് ക്യൂ കാണിക്കണോ? സ്റ്റീമില് ഗെയിം വരെ കൊറേ പ്രൊസീജിയേഴ്സ് ഇല്ലടാ. ഗെയിം ഡെവലപ്പേഴ്സ് അല്ല അവർക്ക് അറിയായിരിക്കും എന്തൊക്കെ ചെയ്യണ്ടേ. ഇതൊക്കെ ഗെയിം ഉണ്ടാക്കി അമ്മകള് മൂടില്ല അടിയാ അവസാനം റിയൽ ലൈഫിലേക്കാവും. ഗെയിം കൊള്ളാം, നൈസ് ഗെയിം, എനിക്ക് ഇഷ്ടപ്പെട്ടു.